ഈ ഒരു വെറും 2 കമാൻഡ്മെന്റ്സ് മാത്രം മതി ഈ ലോകത്തിലെ എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള വകയായി എന്ന് തന്നെയാണ് യേശു കാണിച്ചു തരുന്നത്. ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് നീതിമാനും നീതിമതികളുമായി എന്നുള്ള ബോധ്യമാണ് നിങ്ങളെ മുമ്പോട്ട് നടത്തുന്നതെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകും. കാരണം ഒരു രക്ഷകനെ നമ്മൾക്ക് ആവശ്യമില്ലാതായി പോകുന്നു. ഈ ഒരു വചനം എന്ന കണ്ണാടി 2 തരത്തിലുള്ള ലോസ് ആണ് നമ്മളെ കാണിക്കുന്നത്. ഒന്ന് പുതിയ നിയമം, രണ്ടാമത്തേത് പഴയ നിയമം. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ആണ്. പുതിയ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ലിബർട്ടി ആണ്, ലോ ഓഫ് ഫ്രീഡം ആണ്. ഇത് നമ്മളെ ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിലനിർത്താൻ ഉപകരിക്കുന്നതാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസറേന യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഒരു കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ വചനം എന്ന കണ്ണാടിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ഒരു മെസ്സേജിൽ ഞാൻ യാക്കോബിന്റെ ലേഖനം 1 മുതൽ 21 അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. വചനം എന്ന കണ്ണാടി നമ്മളെ കാണിച്ചു തരുന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മൾ നികത്താൻ അല്ലെങ്കിൽ കുറവുകൾ പരിഹരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള താല്പര്യം നമ്മൾ കാണിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ആ ഒരു മെസ്സേജ്. എന്നാൽ ഇന്ന് ആ ഒരു വചനത്തിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കുന്ന ആള് വചനം കേട്ട് മറന്നു പോകുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് എന്ന് ആ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ദ ലോ ഓഫ് പെർഫെക്റ്റ് ഫ്രീഡം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ദ ലോ ഓഫ് പെർഫെക്റ്റ് ലിബർട്ടി അല്ലെങ്കിൽ ദ ലോ ഓഫ് പെർഫെക്റ്റ് ഫ്രീഡം. എന്താണ് ഈ ലോ ഓഫ് പെർഫെക്റ്റ് ലിബർട്ടി? എന്താണ് ഈ ലോ ഓഫ് പെർഫെക്റ്റ് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വചനം എങ്ങനെയാണ് നമ്മളെ കുറ്റം വിധിക്കുന്നത്, വചനം എങ്ങനെയാണ് നമ്മളെ കുറ്റക്കാരാക്കുന്നത്, നമ്മളെ കുറ്റം വിധിക്കുന്ന കണ്ണാടിയായിട്ട് വചനം എങ്ങനെയാണ് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വചനം നമ്മളെ കുറ്റം വിധിക്കുന്നത്, നമ്മുടെ കുറ്റങ്ങളെ കാണിച്ചു തരുന്നത് ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും കാണിച്ചു തരുന്നതാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങളിലായിട്ട് തോറ എന്ന് ഹെബ്രായർ പറയുന്ന 5 പുസ്തകങ്ങൾ ദി ലോസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരുപാട് പ്രമാണങ്ങളും ചട്ടങ്ങളുമുണ്ട്. കൽപ്പനകൾ 10 ഉള്ളൂ എങ്കിലും ഒരുപാടുണ്ട് കൽപ്പനകളും പ്രമാണങ്ങളും. 613 ലോസ് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ മാത്രം 613 ഉണ്ടെങ്കിൽ ഇനി പുതിയ നിയമത്തിലും ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര ലോസ് അല്ലെങ്കിൽ എത്ര പ്രമാണങ്ങളാണ് പ്രമാണിക്കാനുള്ളത്? ഈ പ്രമാണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ? പാപങ്ങൾ കാണിച്ചു തരുന്ന കണ്ണാടിയാണിത്. നമ്മളെ കുറ്റം വിധിക്കുന്ന കണ്ണാടിയാണിത്. വചനങ്ങൾ നമ്മളെ കാണിച്ചു തരും നമ്മുടെ പാപ സ്വഭാവങ്ങൾ. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക, 2 ഡിനൈ ചെയ്യുക. ഈ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പാപിയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാണ്, കുറവുള്ളവനാണ് എന്നുള്ള കാര്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടത്. ഇനി രണ്ടാമത്തേത് ഡിനൈ ചെയ്യുന്നവരാണ്. അല്ല, ഈ പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ഞാൻ ആചരിക്കുന്ന ആളാണ്, ഇതിൻ്റെയൊക്കെ എല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുൻപനാണ് എന്നുള്ള തോന്നലുള്ളവർക്ക് വേണ്ടി യേശുവിൻ്റെ വചനം ഞാൻ ഇന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേർഡ്സ് ഓഫ് വിസ്ഡം, വേർഡ്സ് ഓഫ് ട്രൂത്ത്. ഇതിനു വേണ്ടി 3 സുവിശേഷങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രിപ്ചർ ഒരു ധനികനായ ആള് യേശുവിനെ കാണാൻ വരികയാണ്. ആ ആള് യേശുവിനോട് ചോദിക്കുന്നു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു ആ ആളോട് കൽപ്പനകളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഈ കൽപ്പനകളൊക്കെ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആള് യേശുവിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ്, ഇതൊക്കെ പ്രമാണിച്ചിട്ടുള്ളതാണ് എന്നാണ് യേശുവിനോട് ആ ആള് പറയുന്നത്. യേശു ആളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവനെ സ്നേഹിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയിട്ട് യേശു പറയുന്നു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക, ഇത് മാത്രമല്ല നീ എന്നെ അനുഗമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. ഇത് കേട്ട് ആള് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് തിരിച്ചുപോയി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ സ്ക്രിപ്ചറിന്റെ ഒരു വശം മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ന്യായപ്രമാണം എല്ലാം ചെയ്തു എന്നുള്ളതാണ്, പ്രവർത്തിച്ചു എന്നുള്ളതാണ്
ആ ആള് യേശുവിനോട് പറഞ്ഞത്. ഞാനിതൊക്കെ ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ്, ന്യായപ്രമാണം പ്രമാണിക്കുന്നതിന് ഞാൻ മുമ്പനാണ് എന്ന് പറഞ്ഞെങ്കിലും യേശു വെറും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണ് നമ്മുടെ കുറവ് എന്നുള്ളത്. ഈ കുറവ് മനസ്സിലാക്കാൻ ന്യായപ്രമാണങ്ങൾ വള്ളി പുള്ളി വിടാതെ വായിച്ച് പഠിച്ച് അക്ഷരങ്ങളൊക്കെ എണ്ണി ഇത് ഇന്ന് പ്രമാണിച്ചു, ഇത് പ്രമാണിച്ചിട്ടുണ്ട്, ഇത് ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്ന് നമ്മളൊരു പക്ഷേ മനസ്സിലാക്കത്തില്ലായിരിക്കും. പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് നീതിമാനായ ന്യായാധിപതിയാകുന്ന ദൈവം വളരെ ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ കണ്ടെത്തും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്ക്രിപ്ചറിൽ കൂടി വളരെ വ്യക്തമായിട്ട് നമ്മളെ യേശു കാണിച്ചു തരികയാണ്. ന്യായപ്രമാണം പ്രമാണിച്ചു അല്ലെങ്കിൽ അതിൽ മുമ്പനാണ് എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടെങ്കിലും ദൈവം തൻ്റെ നീതിയുള്ള ന്യായവിധികൾ കൊണ്ട് നമ്മളെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ശോധന ചെയ്യുമ്പോൾ എത്രമാത്രം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കാണാൻ സാധിക്കും. മറ്റൊരു സ്ക്രിപ്ചറും കൂടി ഇന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. 2 കൽപ്പനകളെ യേശു ഉപയോഗിച്ചുള്ളൂ. 10 കൽപ്പനകളുണ്ട്. വെറും 2 ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ യേശു കാണിച്ചു തരികയാണ് ന്യായപ്രമാണം എത്രമാത്രം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, 2 പ്രമാണങ്ങൾ. യേശു പറയുകയാണ് സഹോദരനെതിരെ ദോഷം പറഞ്ഞാൽ അവൻ കൊല ചെയ്തു പോയി എന്നുള്ളത്. സഹോദരനെ കൊല്ലണമെന്നില്ല, വെറുതെ പറഞ്ഞാൽ കൂടെ മതി, അത് സഹോദരനെ കൊന്നതിന് തുല്യമാണ്. 2-മത്തേത് വ്യഭിചാരം ചെയ്യരുത്. മോഹത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു വെറും 2 കമാൻഡ്മെന്റ്സ് മാത്രം മതി ഈ ലോകത്തിലെ എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള വകയായി എന്ന് തന്നെയാണ് യേശു കാണിച്ചു തരുന്നത്. ആരെയും കുറ്റം വിധിച്ചതല്ല. ഈ ഒരു ന്യായപ്രമാണവും ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എത്രമാത്രം നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നീതിമതികളും നീതിമാന്മാരുമായിട്ട് നിൽക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുക. അതിന് കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ് യേശു ഈ 2 വചനങ്ങളിൽ കൂടി ഈ ഒരു സ്ക്രിപ്ചറിൽ കൂടി നമ്മളെ കാണിച്ചു തരുന്നത്. മനുഷ്യപുത്രൻ വന്നത് കുറ്റം വിധിക്കാനല്ല, ഇത് കാണിച്ചു തരികയായിരുന്നു. ഞാൻ കുറ്റം വിധിക്കാൻ തുടങ്ങിയാൽ എത്രമാത്രം കുറവുകൾ എങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഒതുക്കി കൂട്ടി ഇങ്ങനെ വെക്കുമ്പോൾ 4 വഴി കൂടെ പല കാര്യങ്ങളും ചോർന്നു പോകും. അവൻ്റെ നീതി നേടിത്തരാൻ വേണ്ടിയാണ് ദൈവം യേശു മനുഷ്യനായിട്ട് വന്ന് അവൻ ന്യായപ്രമാണങ്ങൾ പ്രമാണിച്ച് അവൻ്റെ നീതി നമ്മൾക്ക് വേണ്ടി ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ആ നീതി നമുക്ക് ലഭിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് കർത്താവിന് നമ്മളിൽ നിന്ന് വേണ്ട റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഞാൻ കുറവുള്ളവനാണ്. പക്ഷേ നിന്റെ നീതി നീ എനിക്ക് തന്നതുകൊണ്ട്, നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, നീ നിന്റെ രക്തം ചിന്തിയത് കൊണ്ട്, അതിലുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ നീതിമാനും നീതിമതിയുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നീ എനിക്ക് തന്നു എന്നുള്ള ഉത്തമ ബോധ്യം, ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വഹിക്കുന്നവരാകുന്നു. നമ്മൾ വചനം എന്ന കണ്ണാടിയിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരാകുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നു. ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് നീതിമാനും നീതിമതികളുമായി എന്നുള്ള ബോധ്യമാണ് നിങ്ങളെ മുമ്പോട്ട് നടത്തുന്നതെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകും. കാരണം ഒരു രക്ഷകനെ നമ്മൾക്ക് ആവശ്യമില്ലാതായി പോകുന്നു. ഇതുകൊണ്ട് തന്നെ അവൻ്റെ നീതി ലഭിക്കാതെ, അവനിലുള്ള വിശ്വാസമില്ലാതെ ഇറ്റേണിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി ഇരുന്നത് പോലെ തന്നെ ന്യായപ്രമാണങ്ങളും എണ്ണിക്കൊണ്ട് അതിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എത്ര എണ്ണം ഉണ്ടോ, എവിടെയൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളിലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തു ചോർന്നു പോയി. അവൻ്റെ രക്ഷ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ഒരു വചനം എന്ന കണ്ണാടി 2 തരത്തിലുള്ള ലോസ് ആണ് നമ്മളെ കാണിക്കുന്നത്. ഒന്ന് പുതിയ നിയമം, 2-മത്തേത് പഴയ നിയമം. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ആണ്. പുതിയ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ലിബർട്ടി ആണ്, ലോ ഓഫ് ഫ്രീഡം ആണ്. ഇത് നമ്മളെ ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിലനിർത്താൻ ഉപകരിക്കുന്നതാണ്.
ക്രൈസ്റ്റ് ഹാസ് റിഡീം യു ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ എന്നാണ് ബൈബിളിൽ ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു നിങ്ങളെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നു. ന്യായപ്രമാണം പിന്നെ എന്തിനാണ് എന്നുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ അതിനും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് ന്യായപ്രമാണം എന്നത് പാപങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ന്യായപ്രമാണങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ ന്യായപ്രമാണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രക്ഷകനെ വേണം എന്നുള്ള ചിന്ത പോലും നമ്മൾക്ക് വരുന്നത്, അങ്ങനെയുള്ള ഒരു നീഡ് നമുക്ക് വരുന്നത്. പരീശന്മാർക്കും പാപികളും ചുങ്കക്കാർക്കും വേശ്യാസ്ത്രീകൾക്കും തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു. കാരണം പരീശന്മാർ അവരുടെ നീതി സ്വയം പ്രഖ്യാപിത അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തികൾ കൊണ്ടുള്ള നീതിയായിരുന്നു. അവർക്ക് ഒരു രക്ഷകനെ ആവശ്യമില്ലായിരുന്നു. അപ്രകാരം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അത് തന്നെ ഞാൻ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവർക്കൊരു രക്ഷകനെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ചുങ്കക്കാർക്കും പാപികൾക്കും വേശ്യാസ്ത്രീകൾക്കും ഒക്കെ അവരുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞു. അവർക്കൊരു രക്ഷകനെ വേണമായിരുന്നു. ദൈവം എന്ന രക്ഷകനെ, യേശു എന്ന രക്ഷകനെ അവർ കണ്ടു. ആ ഒരു രക്ഷകന്റെ അടുത്തേക്ക് അവർ പോയി, രക്ഷയ്ക്കായിട്ട് അവർ പോയി. ഇതായിരുന്നു അവർ തമ്മിലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള വ്യത്യാസം. തികഞ്ഞ ന്യായപ്രമാണം, ലോ ഓഫ് പെർഫെക്റ്റ് ലിബർട്ടി. ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നീതി ലഭിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. യേശുവിനെ നിങ്ങൾക്ക് വേണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ യു എന്നാണ്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഈ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത് ക്രിസ്തുവിനെ വേണം എന്നുള്ള ഒരു ചിന്തയാണ്. ഈ ന്യായപ്രമാണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ണെടുത്തിട്ട് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്തത്, അവൻ്റെ കൃപ, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ ദീർഘക്ഷമയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നു. നമുക്ക് കണ്ണടക്കാൻ പറ്റത്തില്ലാത്തത് അവൻ്റെ ക്യാരക്ടർ ആയിട്ട് വരുന്നു. മോശയുടെ ന്യായപ്രമാണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ണെടുത്തിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ പാപ സ്വഭാവം സത്യം പറഞ്ഞാൽ സ്വയം അഴിഞ്ഞു പോകുന്നു. ഇങ്ങനെയാണ് നമ്മളെ ദൈവം മാറ്റുന്നത്. ഇങ്ങനെയാണ് ദൈവം നമ്മളെ പുതിയ ഒരു സൃഷ്ടികളാക്കുന്നത്. അല്ലാതെ ന്യായപ്രമാണമെല്ലാം പാലിച്ച് നമ്മൾ ഹിമം പോലെ വെളുത്തവരാകുമ്പോൾ നമുക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളത് തെറ്റായ കാര്യമാണ്. ഇത് പുതിയ നിയമത്തിന്റെ കാലമാണ്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ബോണ്ടേജ് എന്ന പഴയ നിയമങ്ങളിൽ നിന്ന് കണ്ണെടുക്കുക. ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഉറ്റു നോക്കുക. എന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. തികഞ്ഞ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിനെ കാണിക്കുന്ന കണ്ണാടിയായിട്ട് മാറട്ടെ ഈ ഒരു വചനം. മോശയുടെ ന്യായപ്രമാണങ്ങളെ കാണിക്കുന്ന കണ്ണാടി എന്നതിൽ നിന്നും മാറി തികഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തെ, അവൻ്റെ ക്രൂശിമരണം കൊണ്ട് മാത്രമാണ് നമുക്ക് നീതി ലഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ തികഞ്ഞ് വരട്ടെ. ക്രിസ്തുവിനെ കാണിക്കുന്ന കണ്ണാടി, അവൻ്റെ ദൈവത്തിൻ്റെ കൃപ കാണിക്കുന്ന കണ്ണാടിയായിട്ട് ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നു മുതൽ കാണാൻ ശ്രമിക്കുക. So come fall in love with Jesus and fall in love with the word of God.